നമസ്കാരം. സാമ്പത്തിക നിരീക്ഷകരും ലോക നേതാക്കളും വരുന്ന ബുധനാഴ്ചയെ ഉറ്റുനോക്കുകയാണ്. ലോകം സ്തംഭിക്കുന്ന മാറ്റമുണ്ടാകുമോ? നമ്മെ വളരെയധികം സ്വാധീനിക്കുന്ന സ്വർണത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും വില കുതിച്ചുയരുമോ? നിർണായക തീരുമാനം ബുധനാഴ്ച അറിയാം. ഇറാന്റെ തീരുമാനങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ഇറാനുമേൽ ലോകരാജ്യങ്ങളുടെ കണ്ണ് പ്രധാനമായും പതിക്കാൻ കാരണം. വെനസ്വേലയിലും യമനിലും അമേരിക്ക ഇടപെടുന്ന പോലെ ആകില്ല ഇറാനിലെ കാര്യങ്ങൾ. പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയാണ് ഇറാൻ. ലോക വ്യാപാരത്തിന്റെ 1/5 ചരക്കുകൾ കടന്നു പോകുന്നത് ഇറാനോട് ചേർന്നുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന സായുധ സംഘങ്ങളുടെ പിന്തുണയും ഇറാനുണ്ട്. ഇറാനും അമേരിക്കയും ഒമാനിൽ നടത്തിയ ചർച്ചകൾ ലോക വിപണിയെ സ്വാധീനിച്ചത് അതുകൊണ്ടുകൂടിയാണ്. ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായി എന്ന വാർത്ത വന്നപ്പോൾ തന്നെ സ്വർണത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും വില കുറയുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ആദ്യ ചർച്ച തൃപ്തികരം എന്നാണ് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് അപസ്വരങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച നടന്ന ചർച്ചയ്ക്ക് അടുത്ത ആഴ്ച തുടർ ചർച്ച നടക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനിടയിൽ തന്നെ അമേരിക്കയിലെത്തി ട്രംപിനെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ഈ സുപ്രധാന യോഗം നടക്കുന്നത്. ഇറാനെതിരെ കടുത്ത നടപടി വേണം എന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഈ നിലപാടിലേക്ക് വീണ്ടും ട്രംപ് എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. തങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കം നടന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത് യുദ്ധം മേഖലയിൽ മൊത്തം വ്യാപിക്കാനും ഇടയാക്കും. പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും US സൈനികരുണ്ട്. മാത്രമല്ല US സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇറാൻ ലക്ഷ്യമിട്ടാൽ അമേരിക്ക തിരിച്ചടിക്കും. ഇസ്രായേലും ഇടപെട്ടേക്കും. ഇതോടെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാകും. ലോകം മറ്റൊരു യുദ്ധകാഹളത്തിന് സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നെതന്യാഹുവും ട്രംപും വാഷിംഗ്ടണിൽ നടത്താൻ പോകുന്ന ചർച്ച വളരെ സുപ്രധാനമാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമേ നടക്കൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മിസൈൽ പദ്ധതികളും ചർച്ച ചെയ്യണം എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഇരുഭാഗത്തും അതൃപ്തി നിലനിൽക്കെയാണ് നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം. ട്രംപ് 1 വർഷം മുൻപ് വീണ്ടും പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത ശേഷം നെതന്യാഹുവുമായുള്ള 6ാമത്തെ ചർച്ചയാണ് ബുധനാഴ്ച നടക്കാൻ പോകുന്നത്. ഇറാനും അമേരിക്കയും നടത്തിവരുന്ന ചർച്ചയുടെ ഫലം ലോക സാമ്പത്തിക ക്രമത്തെയും വിപണിയെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും സ്വാധീനിക്കും. ഇറാനെ ആക്രമിക്കരുത് എന്നാണ് എല്ലാ GCC രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒമാനിൽ പരോക്ഷ ചർച്ചയാണ് നടന്നത്. കരാർ എന്താകുമെന്ന് നോക്കിയാകും ബാക്കി നീക്കങ്ങൾ നടത്തുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ അതിർത്തിയോട് ചേർന്ന മേഖലയിലേക്ക് വലിയ യുദ്ധക്കപ്പൽ അയച്ചതായും ട്രംപ് പറയുന്നുണ്ട്. ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അമേരിക്ക വഴങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇറാനെ ആക്രമിച്ചാൽ സ്വർണത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും വില കുതിച്ചുയരും. ക്രൂഡ് വില ഉയരുന്നത് അവശ്യ വസ്തുക്കളുടെ വിലയെയും സാരമായി ബാധിക്കും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി കോടികളുടെ വ്യാപാര ഇടപാടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ഇത് ബാധിക്കും. നിർണായകമായ ബുധനാഴ്ചയിലെ തീരുമാനം എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.